ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒറ്റയടിക്ക് കർഷകരെ ഉദ്ധരിക്കാൻ പോയതാ. അവസാനം കിടപ്പാടവുമില്ല, അടുത്തറിയാവുന്നവരുടെ കിടപ്പാടവും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. എന്താ ഹരി ഇങ്ങനെ? അമ്മ വളരെ സിൻസിയർ ആയിട്ടല്ലേ സംസാരിച്ചത്? അത് ഹരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ, സ്നേഹമാ. തനിക്കും അമ്മാവനും എല്ലാവർക്കും എന്നോട് സ്നേഹമാ. ആ സ്നേഹമുള്ളവരെ എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വീർപ്പ് കൂട്ടിക്കുന്നത്. തനിച്ചൊരു അപകടത്തിൽപ്പെട്ടതായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. സങ്കടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാം കൂടി ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്താ? അമ്മ പറഞ്ഞ രീതിയില് പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാ പിടിച്ചു കയറാൻ പറ്റുമെന്ന് ആത്മവിശ്വാസം പറഞ്ഞതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് തളർന്നു പോകുന്നതാ എനിക്ക് പിടിക്കാതെ വരുന്ന. നാളെ മുതൽ പുതിയൊരു കാവൽക്കാരൻ, അതോ കാവൽക്കാരിയോ അറിയില്ല. എടോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ നെറുകയിൽ ഹാണിയടിച്ച് കയറ്റുന്നതിന് തുല്യമല്ലേ? പാവം സുജാത ആന്റി, അങ്ങനെ ഒരാളെ സഹിക്കേണ്ട കാര്യം എന്താ? ഒരേ ഒരാള് മാത്രമേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുള്ളൂ, ആ ജീവൻ. അയാള് പറഞ്ഞതൊക്കെ അയാള് നേടി. ഓർമ്മയുണ്ടല്ലോ എനിക്ക്, അന്ന് പാടത്ത് നിന്ന് അയാള് പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് വെച്ചത്, അത് നമ്മൾ വായിച്ചതല്ലേ? നീ നട്ടതൊക്കെ ഞാൻ പറിച്ചു കളയൂന്ന്. ശരിയല്ലേ? നാട്ടിലും പാടത്തും നട്ടത് മാത്രമല്ല, മനസ്സിൽ വിതച്ച സ്വപ്നങ്ങൾ പോലും പറിച്ചു കളഞ്ഞില്ലേ? ഹരി, നാളെ വരുന്ന ആള്, അതാണിപ്പോ ഹരിയുടെ ടെൻഷൻ. നമ്മുടെയൊക്കെ മുന്നില് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുനാമി വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കം വന്നില്ലേ, കൊറോണ വന്നിട്ടില്ലേ? അന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ കാലവും കടന്നു പോവും. നമ്മുടെ കാര്യത്തിൽ അത് ശരിയാ. ഈ കാലവും കടന്നു പോവും. നാളെ വരുന്നത് അതാണായാലും പെണ്ണായാലും വരുന്നവര് ഒരു ഗസ്റ്റ് വീട്ടിൽ വരും, കുറച്ചു കാലം താമസിക്കും. അങ്ങനെ കാണാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടെയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും പറയല്ലേ? പിന്നെ എന്തിനാ ഹരി? എത്ര പരീക്ഷണങ്ങൾ താണ്ടിയാ നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനിയും പരീക്ഷണം തന്നെയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ നേരിടണം. പണ്ടായിരുന്നെങ്കിൽ ചത്ത് കളയുന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ ജീവിക്കണം, എങ്ങനെയും ജീവിക്കണം. ഒന്ന് തളർന്നിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല, ഒരു ക്യാപ്റ്റൻ തളർന്നു പോയാ ഒരു ടീം മുഴുവൻ തളർന്നു പോകും. ഞാനിപ്പോ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ജീവന്റെ മുന്നില് ഹരി ജയിച്ച് കാണിക്കണം. അതെന്റെ വാശിയ. താനാ പെണ്ണ്. ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിന്നാ പിന്നെ ആരുടെ മുമ്പിലും തല കുനിക്കാൻ തോന്നില്ല. നാളെ ആരെങ്കിലും വരട്ടെ പോട്ടെ, ഈ കാലവും കടന്നു പോവും. നമ്മൾ മറികടക്കും. മധുര നൊമ്പരക്കാറ്റ്